ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അങ്ങനെ നമ്മൾ 10 ദിവസത്തെ ഇംഗ്ലീഷ് ചലഞ്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ലെസണുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആളുകൾക്ക് സംസാരിച്ച് തുടങ്ങാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ്, ചില യൂസേജസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പ്രധാനമായിട്ടും പോവുക നമ്മളെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട ചില അവസ്ഥകൾ ഉണ്ടാക്കും ഇല്ലേ. ചിലപ്പോൾ നമ്മളുടെ ആ സമയത്തെ സിറ്റുവേഷനെ കുറിച്ച് പറയേണ്ടി വരും, നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയേണ്ടി വരും, നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് ചിലപ്പോൾ പറയേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ നമുക്ക് സ്കില്ലുകളുള്ള നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ പറയേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മളെക്കുറിച്ച് പറയുന്ന ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് പറയാനായിട്ട് വളരെ സിമ്പിളാണ്. ഈ 5 സ്ട്രക്ചേഴ്സ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ, വളരെ സിമ്പിളായിട്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പഠിക്കാൻ റെഡിയല്ലേ? ബുക്കും പേനയും ഒക്കെ എടുത്തോ, എന്നിട്ട് ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് എഴുതി വെച്ചോ, പ്രാക്ടീസ് ചെയ്തോ എൻ്റെ ഒപ്പം. അതിനുശേഷം ഇന്ന് മുതൽ നിങ്ങളുടെ ലാംഗ്വേജിൽ അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിക്കും. ഓക്കെ, അപ്പം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് അറിയാം, നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട പ്രോ നൗൺ എന്ന് പറയുന്നത് ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നാണ്. ഓക്കെ, ഐ, ഞാൻ. ഓക്കെ, അപ്പം നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചേർക്കുക ഐ ആം അല്ലേ. ഇപ്പോൾ ഞാൻ ലിൻറ്റോ ആകുന്നു എന്നെങ്ങനെയാണ് നമ്മൾ പറയാം? ഐ ആം ലിൻറ്റോ. ഓക്കെ, ഞാൻ ജിജോ ആകുന്നു എന്നെങ്ങനെയാണ് പറയാം? ഐ ആം ജിജോ എന്നാണ് അല്ലേ. അപ്പോൾ ഐ ആം വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള എല്ലാ സെൻറ്റൻസസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥകളെ കുറിച്ച് പറയാനാണ്. ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പറയണം അല്ലേ. അങ്ങനെ ചില സിറ്റുവേഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ വരും ഇല്ലേ. ഇപ്പോൾ നമ്മൾ ക്ഷീണിതരായിട്ടിരിക്കുമ്പോൾ, നമ്മൾ വിശന്നിരിക്കുമ്പോൾ, നമ്മൾ ദാഹിച്ചിരിക്കുമ്പോൾ, നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോൾ, നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആ സിറ്റുവേഷൻസ് പറയാനായിട്ട് നമ്മൾ ചില സെൻറ്റൻസസ് ഉപയോഗിക്കേണ്ടി വരും. അത് പറയാനായിട്ട് വളരെ എളുപ്പമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂ? ഐ ആം. ഓക്കെ, ഐ ആമിനെ എങ്ങനെയൊന്ന് ഷോർട്ടാക്കി പറയാം? ആം. ഓക്കെ, ആമിൻ്റെ കൂടെ ആ സിറ്റുവേഷൻ എന്താണോ അതങ്ങ് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, ഐ ആം ടയേർഡ്. ഓക്കെ, ഞാൻ ക്ഷീണിതനാണ്. എങ്ങനെ പറയാം? ഐ ആം ടയേർഡ്. അതൊന്ന് ഷോർട്ടാക്കിയിട്ട് എങ്ങനെ പറയാം? ഐ ആം ടയേർഡ്. ഓക്കെ, ഐ ആം ടയേർഡ്, ഐ ആം ടയേർഡ്. ഓക്കെ, രണ്ടാമത് നമ്മൾ പറയുകയാണ് ഞാൻ വളരെ സന്തോഷത്തിലാണ്, ഞാൻ വളരെ സന്തോഷവാനാണെന്ന് പറയണം. ഓക്കെ, എങ്ങനെ പറയാം? ഐ ആം ഹാപ്പി. ഓക്കെ, ഐ ആം ഹാപ്പി. ഓക്കെ, എങ്ങനെ പറയാം? ഐ ആം ഹാപ്പി. ഓക്കെ, ഇനി ഞാൻ വളരെ വിശന്നിരിക്കുകയാണ് എന്ന് പറയാം. എങ്ങനെ വിശന്നിരിക്കുക എന്ന് പറയാം? ഐ ആം ഹംഗ്രി. ഓക്കെ, എങ്ങനെ പറയാം? ഐ ആം ഹംഗ്രി. ഓക്കെ, എൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു നോക്കിക്കേ, ഐ ആം ഹംഗ്രി. ഇനി ഞാൻ ദാഹിച്ചിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് ഭയങ്കര ദാഹമുണ്ട് എന്നെങ്ങനെയാ പറയാം? ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞു നോക്കിക്കേ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു നോക്കിയേ. യെസ്, ഐ ആം തേഴ്സ്റ്റി. എങ്ങനെ പറയാം? ഐ ആം തേഴ്സ്റ്റി. ഓക്കെ, ഐ ആം തേഴ്സ്റ്റി. ഓക്കെ, എനിക്ക് നല്ല ദാഹമുണ്ട്. ഐ ആം തേഴ്സ്റ്റി, ഐ ആം തേഴ്സ്റ്റി. ഓക്കെ, ഇനി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഓക്കെ, വളരെ എക്സൈറ്റഡ് ആണെന്ന് എങ്ങനെ പറയാം? ഓൾറെഡി ഞാൻ ആ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞല്ലേ. സിമ്പിളായിട്ട് പറയാം, ഐ എം എക്സൈറ്റഡ്. ഓക്കെ, ഐ എം എക്സൈറ്റഡ്, ഐ എം എക്സൈറ്റഡ്. ഓക്കെ, ഇനി ഞാൻ പേടിച്ചിരിക്കുകയെന്ന് എങ്ങനെയാ പറയാം? ഐ എം നെർവസ്. ഓക്കെ, എങ്ങനെയാ പറയാം? ഐ എം നെർവസ്. ഓക്കെ, ഐ എം നെർവസ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഐ ആമിൻ്റെ കൂടെ എന്താണോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഒരു സിറ്റുവേഷനെ നമുക്ക് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മളൊരു രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ നമ്മുടെ ചില കഴിവുകൾ പറയുന്ന ചില സിറ്റുവേഷൻസ് വരും ഇല്ലേ. ഞാൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കും കേട്ടോ, ഞാൻ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കും എന്നൊക്കെ നമ്മൾ പറയും, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കീബോർഡ് വായിക്കും എന്നൊക്കെ പറയും അല്ലേ, ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊക്കെ പറയും ഇല്ലേ. അങ്ങനെ നമ്മുടെ ഒരു കഴിവിനെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഈ ആം വെച്ചിട്ട് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് അറിയോ? വളരെ സിമ്പിളാണ്. ഐ ആം ഗുഡ് അറ്റ്. ഓക്കെ, അതിനുശേഷം എന്താണ് നമ്മുടെ സ്കില്ല്, ആ സ്കില്ല് പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. ഓക്കെ, ഡാൻസ് കളിക്കാൻ ഞാൻ നല്ല കഴിവുള്ള ആളാണ്, ഞാൻ നന്നായിട്ട് ഡാൻസ് കളിക്കും എന്ന് പറയണം. എങ്ങനെ? ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഐ ആം ഗുഡ് അറ്റ് എന്തിലാണോ നമുക്ക് കഴിവുള്ളത് ആ കഴിവുള്ള ഏരിയ നമ്മൾ പറഞ്ഞാൽ മതി. ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. ഐ ആം ഗുഡ് അറ്റ് ഡാൻസിങ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തേക്ക് പോകാം. ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, ഫുട്ബോൾ കളിക്കാൻ എനിക്ക് നല്ല കഴിവാണ്, എനിക്ക് നന്നായിട്ട് കളിക്കാൻ കഴിവുണ്ടെന്ന് നമ്മൾ പറയണം. ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, ഇനി നന്നായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ എങ്ങനെ പറയാം? ഐ എം ഗുഡ് അറ്റ് ഡ്രൈവിങ്. ഐ എം ഗുഡ് അറ്റ്
ഡ്രൈവിംഗ്. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഐ ആം ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. ഓക്കെ, ഇനി നന്നായിട്ട് പടം വരയ്ക്കുമെന്ന് എങ്ങനെയാണ് പറയാം? ഐ ആം ഗുഡ് അറ്റ് ഡ്രോയിങ്. ഐ ആം ഗുഡ് അറ്റ് ഡ്രോയിങ്. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് ഡ്രോയിങ്. ഓക്കെ, ഇനി ഞാൻ നന്നായിട്ട് പാടുമെന്ന് എങ്ങനെയാ പറയാ? ഐ ആം ഗുഡ് അറ്റ് സിംഗിങ്. ഐ ആം ഗുഡ് അറ്റ് സിംഗിങ്. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് പ്ലസ് ഐ ഏരിയ പറഞ്ഞാൽ മതി. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ്, ഐ ആം ഗുഡ് അറ്റ്. ഓക്കെ, ഇനി ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവുള്ള ആളാണെന്ന് എങ്ങനെയാ പറയാ? ഐ എം ഗുഡ് അറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഐ എം ഗുഡ് അറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, ഐ എം ഗുഡ് അറ്റ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇന്ന് മുതൽ നിങ്ങളുടെ കഴിവുള്ള ഏരിയകൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മറ്റുള്ളവരോട് പറയാം. എങ്ങനെ? ഐ ആം ഗുഡ് അറ്റ്. ഓൾറൈറ്റ്, പ്ലസ് ഐ ഏരിയ. ഇനി നമ്മൾ മൂന്നാമത്തെ യൂസേജ് പഠിക്കാൻ പോവാം കേട്ടോ. അതെന്താണെന്നറിയോ? ഐ ആം പ്ലസ് വെർബ്, ക്രിയ. ഓക്കെ, ഇപ്പം നമ്മൾ പ്രസന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും അല്ലേ? ചില ആളുകൾ വിളിച്ചിട്ട് എടാ നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇതും വളരെ സിമ്പിളായിട്ട് ഇതുപോലെ തന്നെ പറയാം. ആം പ്ലസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി പറഞ്ഞാൽ ആ സെൻറ്റൻസ് ആയി. വളരെ സിമ്പിളാണ് അല്ലേ? അതായത് നോക്കി ഇങ്ങനെ പറയാം. ഓക്കെ, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയാം? ഐ എം വാച്ചിങ് ടി വി. ഓക്കെ, ഐ എം വാച്ചിങ് ടി വി. ഓക്കെ, ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ പറയാം? ഐ എം ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, ഐ എം ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, ഐ എം ലിസണിങ് ടു മ്യൂസിക്. ഓക്കെ, ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എങ്ങനെ പറയാം? ഐ എം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം ഈറ്റിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇനി ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് എങ്ങനെയാ പറയാ? ഐ ആം ഡ്രൈവിംഗ്. ഓക്കെ, ഐ ആം ഡ്രൈവിംഗ്. ഓക്കെ, ഐ ആം ഡ്രൈവിംഗ്. ഓക്കെ, ഐ ആം ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് നീട്ടി വലിച്ച് പറയുന്നത് പോലെയാവും. അതുകൊണ്ട് എപ്പോഴും ഷോർട്ടാക്കി പറയുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ഐ ആം ഡ്രൈവിംഗ്. ഓക്കെ, ഐ ആം ഡ്രൈവിംഗ്. ഐ ആം ഡ്രൈവിംഗ്. ഓക്കെ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്പീക്കിംഗ്. ഐ എം സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഐ ആം പ്ലസ് ആ ക്രിയ എന്താണോ ആ ക്രിയ പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. സിമ്പിൾ അല്ലേ? ഇപ്പം നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രവൃത്തി ഒന്ന് ഇതുപോലെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കിയേ. റൈറ്റ്? ഓക്കെ, വണ്ടർഫുൾ. ഇനി നമുക്ക് നാലാമത്തെ യൂസേജിലേക്ക് പോവാം. നമ്മൾ ഈ നാലാമത്തെ യൂസേജ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പ്രവൃത്തി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ? ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിതൊന്ന് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിതൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനിതൊന്ന് എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാം? വളരെ സിമ്പിളാട്ടോ. ഐ ആം പ്ലസ് ട്രൈങ് ടു പ്ലസ് എന്താണോ ചെയ്യേണ്ടത് ആ പ്രവൃത്തി അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഐ ആം ട്രൈങ് ടുൻ്റെ കൂടെ നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത്, അതുകൂടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിളായി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു ജോലി കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പറയാം, ഐ എം ട്രൈങ് ടു ഗെറ്റ് എ ജോബ്. ഓക്കെ, ഐ എം ട്രൈങ് ടു ഗെറ്റ് എ ജോബ്. അപ്പോൾ ഗെറ്റ് എ ജോബ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അവിടെ ആഡ് ചെയ്തുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. എങ്ങനെയാണ്? I'm trying to get a job. Okay, I'm trying to get a job. Okay, I'm trying to get a job. Okay, simple ആണല്ലേ? I'm trying to get a job. Okay, ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? I'm trying to call my family. I'm trying to call my family. Okay, I'm trying to call my family. Okay, I'm trying to call my family. ഞാൻ എന്നെ തന്നെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മൂന്നാമത് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഞാൻ എന്നെ തന്നെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പഠിക്കാൻ നോക്കിയാലും നടക്കൂല. അപ്പോൾ നമ്മൾ തന്നെ പറയും ഞാൻ അതൊന്ന് എങ്ങനെയും പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കത് പറയാം? ഐ എം ട്രൈങ് ടു എഡ്യൂക്കേറ്റ് മൈസെൽഫ്. ഓക്കെ, ഐ എം ട്രൈങ് ടു എഡ്യൂക്കേറ്റ് മൈസെൽഫ്. ഓക്കെ, ഐ എം ട്രൈങ് ടു എഡ്യൂക്കേറ്റ് മൈസെൽഫ്. ഓക്കെ, ഐ എം ട്രൈങ് ടു എഡ്യൂക്കേറ്റ് മൈസെൽഫ്. ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറയാം? I'm trying to understand him. Okay, I'm trying to understand him. ഞാൻ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm trying to understand him. Okay, understand him. ഞാൻ അവനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളോട് എത്ര കാര്യം പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവണില്ല എന്നിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് ഞാൻ അവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ്. എങ്ങനെയാണ്? I'm trying to explain him. Okay, I'm trying to explain him. Okay, I'm trying to explain him. അപ്പോൾ വളരെ സിമ്പിളല്ലേ? നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാനായിട്ട് വളരെ സിമ്പിളാണ്. ഇത് എങ്ങനെ പറഞ്ഞാൽ മതി? I'm trying to. Okay, I am trying to. I'm trying to.
ഇനി നമുക്ക് അഞ്ചാമത്തെ ഒരു യൂസേജിലേക്ക് പോകണം. നമ്മൾ ലൈഫിൽ ചില സമയങ്ങൾ പറയും, ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഞാനൊരു കാര്യം നേടാൻ പോവുകയാണ് എന്നൊക്കെ പറയും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഞാൻ ഒരു അസുഖമൊക്കെ ആയിട്ടിരിക്കുകയാണ്, ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അസുഖമൊക്കെ, പറയാണ് ഞാൻ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ പറയുന്നത് ഞാൻ അടുത്ത ആഴ്ച കല്യാണം കഴിക്കാൻ പോവുകയാണ്, ചിലപ്പോൾ ഞാൻ പറയും എടാ ഓക്കെ കേട്ടോ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പം ഞാൻ ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രവൃത്തി എന്താണോ അടുത്തത് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രോസസ്സിനെ പറ്റി പറയാനായിട്ടും നമുക്ക് ഇതുപോലൊരു അടിപൊളി യൂസേജ് ഉണ്ട്. എന്താണെന്ന് അറിയൂ, ഐ ആം ഗെറ്റിംഗ്. ഓക്കെ, ഐ ആം ഗെറ്റിംഗ്, ഐ ആം ഗെറ്റിംഗ്. ഓക്കെ, ഐ ആം ഗെറ്റിംഗ്. അപ്പം ഞാൻ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെങ്ങനെയാണ് നമ്മൾ പറയാം, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ. ഓക്കെ, ഇനി ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നെങ്ങനെ പറയാം, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് മാരീഡ്. ഓക്കെ, ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്നെങ്ങനെയാണ് പറയാം, ഐ എം ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ്. ഓക്കെ, ഐ എം ഗെറ്റിംഗ് റെഡി ഫോർ ബെഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പറയാ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ, ഐ എം ഗെറ്റിംഗ് ടയർഡ്. ഐ എം ഗെറ്റിംഗ് ടയർഡ്. ഓൾറൈറ്റ്, അപ്പോൾ ഐ എം ഗെറ്റിങ്ങിൻ്റെ കൂടെ നമ്മുടെ എന്താണോ അവസ്ഥ, ആ അവസ്ഥ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ മനോഹരമായിട്ട് 5 ഡിഫറെൻറ്റ് സിറ്റുവേഷനുകളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത്. ഒന്ന് നമ്മൾ പറഞ്ഞു ആം പ്ലസ് നമ്മുടെ അവസ്ഥ എന്താണോ അവസ്ഥ. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഐ ആം പ്ലസ് വെർബ്, എന്താണോ പ്രവൃത്തി, ആ പ്രവൃത്തി ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞു എന്തിലാണോ നമ്മുടെ കഴിവുള്ളത്, ഐ ആം ഗുഡ് അറ്റ്. ഓക്കെ, ഐ ആം ഗുഡ് അറ്റ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. 4 നമ്മൾ പറഞ്ഞു ഐ ആം ട്രൈങ് ടു, എന്താണോ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനായിട്ട് നമ്മൾ പഠിച്ചു. 5ാമത്തെ യൂസേജ് നമ്മൾ പഠിച്ചത് ഐ എം ഗെറ്റിംഗ്, ഐ എം ഗെറ്റിംഗ്. ഓക്കെ, അപ്പോൾ 5 അടിപൊളി യൂസേജസ് ആണ്. ഈ 5 യൂസേജസും വെച്ചിട്ട് നിങ്ങൾ ഒത്തിരി സെൻറ്റൻസസ് ഒന്ന് മേക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളത് ഒത്തിരി പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഹോംവർക്ക് കൂടെ ഞാൻ തരാം. ഓക്കെ, നമ്മളിന്ന് പഠിച്ച 5 യൂസേജിൽ നിന്നും ഓരോ സെൻറ്റൻസസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, 5 സെൻറ്റൻസസ് കമൻറ്റ് ചെയ്യണം. ഈ 5ൽ നിന്നും നിങ്ങൾ നിങ്ങളുടേതായ, ഇപ്പോൾ ഞാൻ പറയാത്ത ഒരു പുതിയ സെൻറ്റൻസ് വേണം ക്രിയേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ. ഓൾറൈറ്റ്, ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങളെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ പറയുകയാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ആക്സെൻറ്റഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക്, ഓൺലൈൻ ലൈവ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗ്രേറ്റ് ടൈം.